ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമുക്കെല്ലാം ശാരീരികമായ നല്ല ഉള്ളവരുണ്ട്, ബലം ഇല്ലാത്തവരുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ബലം എന്താണ്? ശരീരബലത്തിനാണോ മനോബലത്തിനാണോ കൂടുതൽ ശക്തി? ശരീരബലത്തേക്കാൾ കൂടുതൽ മനോബലത്തിനുണ്ട്. ശരീരത്തിന് ബലം കിട്ടണമെങ്കിൽ മനോബലം വേണം. അതുകൊണ്ട് മനോബലത്തെയാണ് നാം ആദ്യം വളർത്തേണ്ടത്. എത്ര പവർ മാൾട്ട് കഴിച്ച് നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിലും അയാളുടെ മനസ്സ് പതറിപ്പോയാൽ ആ ബലം വേണ്ട സ്ഥലത്ത് പ്രയോഗിക്കാൻ അയാൾ മറന്നു പോകുന്നു. അതുകൊണ്ട് ശരീരബലത്തേക്കാൾ വലുത് മനോബലമാണ്. അതിനേക്കാൾ വലിയ മറ്റൊരു ബലമുണ്ട്. മനോബലത്തെക്കാളും വലിയ ബലം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ ബലത്തിലും മേലെ ആത്മവിദ്യാബലമെന്നറിയൂ. ബുദ്ധിയിൽ തങ്ങുന്ന വിദ്യാലാതങ്ക മുക്തരാവില്ലാരുമോർക്കൂ. എല്ലാ ബലത്തിലും മേലെ, എല്ലാ വിധത്തിലുള്ള ബലത്തിനേക്കാൾ മേലെ ആത്മവിദ്യാബലമെന്നോർക്കൂ. ആത്മവിദ്യ കൊണ്ട് നേടുന്ന ബലമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ബലം. എല്ലാ ബലത്തിലും മേലെ ആത്മവിദ്യാബലമെന്നറിയൂ. ആത്മവിദ്യ കൊണ്ട് നേടുന്ന ബലമാണ് മറ്റെല്ലാ ബലത്തെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത്. ബുദ്ധിയിൽ തങ്ങുന്ന വിദ്യയാൽ ആതങ്കമുക്തരാവില്ലാരും ഓർക്കൂ. ഈ ബുദ്ധി കൊണ്ട്, ഇപ്പോൾ നമ്മുടെ ഈ ബുദ്ധി കൊണ്ട് നേടുന്ന അതുപോലെ മറ്റേ കഴിവുകൾ ഒന്നും തന്നെ ആത്മവിദ്യാബലത്തിന് തുല്യമല്ല. ബുദ്ധിയിൽ തങ്ങുന്ന വിദ്യയാൽ ബുദ്ധി വേണം നമുക്ക് ഏത് വിദ്യ നേടണമെങ്കിലും. ഇപ്പോഴത്തെ ബുദ്ധി കൊണ്ട് നമുക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമേ നേടാൻ കഴിയൂ. ആത്മാബുദ്ധി ഈ ബുദ്ധി കൊണ്ടല്ല. ഈ ബുദ്ധിക്ക് അതീതമായ ഒരു ബുദ്ധി നമുക്കുണ്ട്, സത്യമായ ബുദ്ധി. ആ ബുദ്ധി കൊണ്ടാണ് ആത്മവിദ്യ അഭ്യസിക്കുന്നത്. ആ ബുദ്ധി കൊണ്ട് നമുക്ക് ഈ ബുദ്ധിയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ആത്മബുദ്ധി കൊണ്ടാണ് നമുക്ക് എല്ലാ ക്ലേശങ്ങളെയും അതിജീവിക്കാൻ സാധിക്കുക. അത് ബുദ്ധിയിൽ തങ്ങുന്ന വിദ്യയാൽ ആതങ്ക മുക്തരാവില്ലാരുമോർക്കൂ. ആതങ്കം എന്ന് പറഞ്ഞാൽ ദുഃഖം. ബുദ്ധിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാൻ ഇന്നത്തെ ഈ ബുദ്ധിശക്തി കൊണ്ട് സാധിക്കുകയില്ല. അതിന് ആത്മവിദ്യ നേടി നാം ഉണർവുണ്ടായി നേടുന്ന ബുദ്ധി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാ ബലത്തിലും മേലെ ആത്മവിദ്യാബലമെന്നറിയൂ. ആത്മവിദ്യാബലമാണ് എല്ലാ ബലത്തെക്കാളും മേലെയായിരിക്കുന്നത്. ബുദ്ധിയിൽ തങ്ങുന്ന വിദ്യയാൽ ഈ ബുദ്ധിയിൽ തങ്ങി ബുദ്ധി കൊണ്ട് നേടുന്ന ആ അറിവ് കൊണ്ട് നമ്മുടെ ക്ലേശങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ബുദ്ധിയിൽ തങ്ങുന്ന വിദ്യയാൽ മുക്തരാവില്ലാരും ഓർക്കൂ. ഇവിടെ ഒരു ഡിഗ്രി എടുക്കുമ്പോഴേക്കും അവർ ലോകം മുഴുവൻ കീഴടക്കിയ ആ അഹം ബോധമാണുള്ളത്. ഈ ബുദ്ധി കൊണ്ട് ഈ ലോകത്തിലെ പലതും നേടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ആത്മാവിനെ അറിയാൻ ഈ ബുദ്ധിയല്ല, നമ്മുടെ സൂക്ഷ്മ ബുദ്ധിയാണ്. സ്ഥൂല ബുദ്ധി കൊണ്ട് മാത്രമേ ലോകകാര്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. സൂക്ഷ്മബുദ്ധി നാം കൈവരിക്കുമ്പോൾ മാത്രമേ അത് സാധിക്കൂ. ബുദ്ധി രണ്ട് തരമാണ്. ഒന്ന് ലോകവിഷയത്തെ അറിയുന്ന ബുദ്ധിയും മറ്റത് ആത്മാവിനെ അറിയുന്ന ബുദ്ധി. ആത്മാവിനെ അറിയുന്നത് ആത്മബോധം തെളിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്നതാണ്.
അതിന് ഋതംബരാബുദ്ധി എന്ന് പറയുന്നു. അതായത് ഋതം എന്ന് പറഞ്ഞാൽ സത്യം, സത്യമായ ബുദ്ധി. ആ ബുദ്ധിയുടെ ഒരു ചെറിയ ശകലം, അതിൻ്റെ ഒരു കണക്ഷൻ മാത്രമാണ് വിഷയങ്ങളിൽ നാം പ്രവർത്തിപ്പിക്കുന്നത്. ഇവയ്ക്ക് ഈ ലോകത്തെക്കുറിച്ച് മാത്രമേ ഈ ബുദ്ധിക്കറിയാൻ കഴിയൂ. എന്നാൽ യഥാർത്ഥമായ അറിവ് നേടാൻ നമുക്ക് ആത്മവിദ്യ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എല്ലാ ബലത്തിലും മേലെ ആത്മവിദ്യാബലമെന്നറിയൂ. ബുദ്ധിയിൽ തങ്ങുന്ന വിദ്യയാലാതങ്കം മുക്തരാവില്ലാരുമോർക്കൂ.